സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ വെരി ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മാത്രമുള്ള വലിയൊരു മേക്കപ്പിനെ കുറിച്ച് ബോധമുള്ളൊരു കുട്ടിയൊന്നുമില്ല. അപ്പം എൻ്റെ ഒരു തക്കട തരികട മേക്കപ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. പ്ലസ് ഞാൻ ലൈക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുള്ള പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ എനിക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ഷഹല ഷെറി. ഞാനിപ്പം BSc കാർഡിയോ ടെക്നോളജി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പാസ് ഔട്ടായിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളം ആയിട്ടുണ്ടാകും. സ്റ്റിൽ ഇപ്പോൾ ഞാൻ ക്ലിനിക്കൽ വർക്കൊന്നും ചെയ്യണില്ല. ഞാനിപ്പോൾ അല്ലാണ്ട് ഒരു കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്യണത്. ഓക്കെ, ഇപ്പം കഥ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ സംസാരിക്കാനുള്ള കാര്യങ്ങളും കിട്ടുമല്ലോ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് 6 months ഞാൻ ഒരു മെഡിക്കൽ കോളേജിൽ ഞാൻ ട്രെയിനിങ്ങിന് കയറിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്റ്റാഫായിട്ട് ഒരു സ്ഥലത്ത് കിട്ടിയപ്പം ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് മാറി. പിന്നെ അത് കഴിഞ്ഞപ്പം എൻ്റെ കല്യാണമൊക്കെ കുറച്ചു. അങ്ങനെ കല്യാണം ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് റിസൈൻ വെച്ചു. കാരണം എൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറമാണ്. എന്നെ കല്യാണം കഴിക്കാൻ പോണത് കല്യാണം കഴിച്ചിട്ടുള്ളത് കോഴിക്കോടാണ്. ഓക്കെ, ഞാൻ വർക്ക് ചെയ്തിരുന്നത് കാഞ്ഞങ്ങാടാണ്. അപ്പോൾ മൂന്ന് ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് മൂന്ന് ഡിസ്ട്രിക്റ്റിലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്തായാലും അവിടുന്ന് ക്വിറ്റ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഞാൻ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ ആ ഒരു പുതുമോടിയല്ലേ, അപ്പം ഞാൻ എല്ലാവരും പറഞ്ഞത് കേട്ടിക്കാണ്ട് ഞാൻ റിസൈൻ വെച്ച് ഇരുന്നതാ. പിന്നെ ഒരു 6 മാസം ഞാൻ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ കുറച്ചൊരു 6 months ഞാനത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു വിസിറ്റിങ്ങിന് പോയി. ഓക്കെ, ഹസ്ബൻഡിൻ്റെ അടുത്ത് വിസിറ്റിങ്ങിന് പോയി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. പിന്നെയാണ് ഞാൻ ഇനിയും വെറുതെ ഇരുന്നാൽ ഞാൻ ആകെ മടിച്ചായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും ഞാൻ ജോലിക്ക് കയറാൻ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കാർഡിയാക് ടെക്നോളജിയിൽ തന്നെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇപ്പം ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെന്താ, ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ ഒരു കാലത്ത് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെക്കുമായിരുന്നു. അതായത് ഇപ്പോൾ ഒരു കൊറോണയുടെ സമയത്തൊക്കെ ഞാൻ ഇപ്പോൾ എൻ്റെ പരോട് ഇങ്ങനെ പറയുമായിരുന്നു, ഇപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങട്ടെ, അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്നേ എൻ്റെ പാപ്പ പറഞ്ഞു പറ്റൂല ഇവിടെ എന്തുണ്ടെന്നുണ്ടെങ്കിലും പറ്റൂല. കാരണം മെയിൻ പ്രശ്നം ഒരു വക നാട്ടുകാർ പറയും, രണ്ടാമത്തെ വക കുടുംബക്കാർ പറയും, പിന്നെ എൻ്റെ വീട്ടിലുള്ളവരെന്നെ പറയും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് അന്ന് ഞാൻ ഇതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് കണ്ട് നിർവൃതി അടയും. അതാണ് എൻ്റെ എന്നുണ്ടാവുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ പിന്നെ ഇപ്പം പിന്നെ എന്തായാലും അവിടെ നിന്നൊക്കെ മാറിയില്ല. അപ്പോൾ നമ്മളെന്തായാലും ഹസ്ബൻഡിൻ്റെ ഒരു ഇതിലായല്ലോ. ലൈക്ക് എന്ത് കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാരൻസൊക്കെ എന്താ പറയില്ലേ, ഇപ്പോൾ നടക്കില്ല, കല്യാണം കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞിട്ടല്ലോ. അപ്പം ഞാൻ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ഇരുന്ന്. ഓക്കെ, പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ ആ ഒരു മൂഡും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ അപ്പോൾ ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യണ്ടേ. പിന്നെ നമ്മൾ വേറൊരു ഇതിലായിപ്പോയി, എന്തൊക്കെയോ ആയിട്ട് നമ്മൾ തന്നെ വിചാരിക്കുമല്ലോ, എന്തിനാ അപ്പം അങ്ങനെയൊക്കെ ഇടണ്, എന്തിനാ അപ്പം ആൾക്കാരെ കാണിക്കണ്, അങ്ങനെയുള്ളൊരു മൈൻഡായിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ എന്തായാലും എൻ്റെ ലൈഫിലൊരു ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ അങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുക. എൻ്റെ മെയിൻ പണി അതാണ്. അതായത് ഒരു വക ആലോചിച്ച് എത്ര ഇരുന്നാലും എൻ്റെ ആലോചന കഴിയാറില്ല. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അതെന്താ അങ്ങനെ ചെയ്താൽ, ഇതെന്താ ഇങ്ങനെ ചെയ്താൽ, ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഇപ്പോൾ വേറെ ആരെങ്കിലും ഇതിൽ പറയുമോ, അങ്ങനെ ഒരു ഓവർ തിങ്കിൻ്റെ മൂത്താപ്പയാണ് ഞാൻ പണ്ടേ. പക്ഷേ ഇപ്പം അത് കുറച്ചും കൂടി മാത്രം. അപ്പോൾ ഇതിനായിട്ട് എനിക്ക് കുറേ സമയം ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു, ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എൻ്റെ കണ്ണിലെ ഡാർക്ക് സർക്കിൾസ് കൂട്ടാതല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലല്ലോ. അല്ലാണ്ട് ഇപ്പോൾ തെറ്റിപ്പോൾ ആരും എനിക്ക് പൈസയും കാര്യങ്ങളും തരുമൊന്നുമില്ലല്ലോ ഇങ്ങനെ ആലോചിച്ചിരുന്നുകൊണ്ട്. അങ്ങനെ അവർ നിർദ്ദേശപ്രകാരമാണ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പം
ഞാൻ ഇതിലായും തന്നെ അവർക്ക് എല്ലാവർക്കും വലിയ നന്ദി പറയാൻ നിൽക്കും. ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് അറിയില്ല കേട്ടോ. അതിൻ്റെ മൂഡ് പോലെ ഇരിക്കും. കാരണം ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഇടണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ തുടങ്ങണം എന്നൊക്കെ ആലോചിക്കും. നാളെ എണീറ്റ് വരുമ്പോൾ എൻ്റെ മുഖം മൂടും കാര്യങ്ങളൊക്കെ വേറെ പോലെ ഇരിക്കും. പിന്നെ ഞാൻ നാളെ ആലോചിക്കൽ എന്തിനാ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നിട്ട് നാല് ആൾക്കാർ പറയണം, എന്നിട്ട് അവർ അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ അതെനിക്ക് ഒരു സങ്കടമായി പോകും. അങ്ങനെ എങ്ങനെയെന്നൊക്കെ ആലോചിച്ച് ഇതാക്കും. പിറ്റേ ദിവസം വീണ്ടും എൻ്റെ മൂഡ് മാറും. എന്താ ചെയ്താൽ അങ്ങനെയൊക്കെ ആയിക്കാരം പിറ്റേ ദിവസം ഞാൻ ആലോചിക്കൽ. ഓക്കെ, അപ്പോൾ ഞാനിതെന്തായാലും ഇപ്പം ചെയ്തിടുന്നുണ്ട്. ഇതന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോഴും ഞാൻ ഇതിന് വോയിസ് ഓവർ ഒരു 2-3 വട്ടം ഞാൻ മാറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എനിക്കിതിൽ എന്താണ് കണ്ടൻറ്റിങ്ങൊക്കെ തരേണ്ടതെന്നുള്ള ഒരു കറക്റ്റ് ഒരു സംഭവം കിട്ടിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഞാൻ മേക്കപ്പ് വീഡിയോ ആയിട്ട് ചെയ്യാം എന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അങ്ങനെ ആലോചിച്ചു, ഞാൻ മേക്കപ്പ് വീഡിയോ ചെയ്തിട്ടിപ്പോൾ ഇന്നങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ പറയണത്, ലൈക്ക് ഇവളിപ്പോൾ ഏതാണെന്ന് ചോദിക്കൂലേ ആരാണെന്നുണ്ടെങ്കിലും. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടാവും ഞാൻ വാദോരാട് സംസാരിക്കുന്ന ഒരാളാണ്, പ്ലസ് ഒരു എന്താ പ്ലാനൊന്നുമില്ലാത്തൊരു കുട്ടിയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ മേക്കപ്പ് എന്തായാലും ഇവിടെ തീർന്നിട്ടുണ്ട്. സോ ഇന്നത്തേക്ക് ഞാൻ എന്താ പറയുക, ഇപ്പം ഞങ്ങൾ എന്തായാലും ഞാൻ കല്യാണത്തിന് പോയ അന്നത്തുള്ള ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ കാണിക്കണത്. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തേക്ക് ഇത്രയൊക്കെയുള്ളൂ. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ. ഓക്കെ, ബൈ.